നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ മത്സരം ഒരു ട്രാപ്പായിരുന്നു. FC ബാഴ്സലോണയുടെ താരം പറയുകയാണ്, ഇന്നലെ ലാലിഗയിൽ അവർ വിജയിച്ച് കയറി ഏകപക്ഷീയമായ ഒരു ഗോളിന് കാഡിസിനെ തോൽപ്പിച്ചു. എന്നാൽ ഈ കളിക്ക് മുമ്പ് അവർ കളിച്ചത് PSG-ക്കെതിരെ UEFA ചാമ്പ്യൻസ് ലീഗിലാണ്. അത് കഴിഞ്ഞിട്ടിപ്പോൾ ലാലിഗയിൽ കാഡിസിനെതിരെ കളിച്ചു. ഇനി ഇതാ വീണ്ടും ചൊവ്വാഴ്ച രാത്രി PSG-ക്കെതിരെ കളിക്കേണ്ടി വരുന്നു. PSG-ക്കാവട്ടെ അന്നത്തെ കളിക്ക് ശേഷം ഇനിയിപ്പോൾ ഈ ചൊവ്വാഴ്ചയിലെ കളിയേ ഉള്ളൂ. അപ്പോൾ അതിനിടക്ക് ഒരു മത്സരം ലാലിഗയിൽ ബാഴ്സലോണക്ക് കളിക്കേണ്ടി വന്നു. മിക്ക ടീമുകൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഇതൊരു ട്രാപ്പായിരുന്നു ഈ മത്സരം എന്ന് പറയുന്നു മാർക്കോസ് അലോൺസോ. അദ്ദേഹം തിരികെ എത്തിയിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ദിസ് മാച്ച് വാസ് എ ട്രാപ്പ് റൈറ്റ് ഇൻ ബിറ്റ്വീൻ ദി ചാമ്പ്യൻസ് ലീഗ് ക്ലാഷ് ആൻഡ് ജസ്റ്റ് ബിഫോർ എൽ ക്ലാസിക്കോ. അതുകൊണ്ട് ഇതൊരു ട്രാപ്പ് പോലെയാണ്. എന്തായാലും ഞങ്ങൾ സക്സസ്ഫുള്ളി ഈ മത്സരം പൂർത്തിയാക്കിയിരിക്കുന്നു. 3 പോയിന്റുകൾ നേടാൻ കഴിഞ്ഞു എന്നുള്ളതിൽ സന്തോഷമുണ്ട് എന്നാണ് മാർക്കോസ് അലോൺസോയുടെ വാക്കുകൾ. അദ്ദേഹത്തിന്റെ ലോജിക് എന്ന് പറയുന്നത്, ഇത് 2 UCL മത്സരങ്ങൾക്കിടയിലുള്ളൊരു പോരാട്ടം, ഇതൊരു ട്രാപ്പ് പോലെയാണ്. ഇവിടെ വെച്ച് പരിക്കോ മറ്റു കാര്യങ്ങളോ പിടഞ്ഞാൽ ടീമിന് ബുദ്ധിമുട്ടാവും എന്ന അർത്ഥത്തിൽ കൂടിയാണ് അദ്ദേഹം പറയുന്നത്. എങ്കിലും ചില പ്രധാന താരങ്ങൾക്കൊക്കെ വിശ്രമം കൊടുത്തുകൊണ്ട് തന്നെയാണ് ചാവി ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടിട്ടുള്ളത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഈ UEFA ചാമ്പ്യൻസ് ലീഗിലെ മത്സരങ്ങൾ കഴിഞ്ഞാൽ അടുത്ത കളി ഏതാണ്? ബാഴ്സ PSG മത്സരം ചൊവ്വാഴ്ച കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാത്തിരിക്കുന്നത് ഞായറാഴ്ച രാത്രിയിലെ എൽ ക്ലാസിക്കോ പോരാട്ടമാണ്, റയൽ മാഡ്രിഡ് വേഴ്സസ് FC ബാഴ്സലോണ. അപ്പം സുപ്രധാന മത്സരങ്ങൾക്കിടയിലുള്ള ഒരു മത്സരം ഒരു ട്രാപ്പ് പോലെയാണ് മാർക്കോ അലോൺസോ ഇപ്പോൾ വ്യാഖ്യാനിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.